പരേഡ് ആരംഭിച്ചപ്പോൾ തന്നെ പരേഡ് കമാൻഡറിൽ നിന്നും രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഓരോ സംഘങ്ങളായി മാർച്ചിങ് ഈ പരേഡിന് ആരംഭമായത്. യഥാർത്ഥത്തിൽ പരേഡിന് നേതൃത്വം നൽകുന്ന പരേഡ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ അദ്ദേഹമാണ് ഈ പരേഡിന് നേതൃത്വം നൽകി മുന്നിൽ തന്നെ നടന്നു വന്നത്. നമ്മുടെ ഈ 300 കലാകാരന്മാർക്ക് പിന്നാലെ തന്നെ നടന്നു വന്നത്. അദ്ദേഹത്തിൽ നിന്നും രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇന്തോനേഷ്യൻ സംഘങ്ങൾ 150 അംഗ ബാൻഡ് സംഘവും 190 അംഗ സൈനിക പരേഡ് മാർച്ചിങ് സംഘവും കടന്നു വന്നത്. അതിന് പിന്നാലെ ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടമാക്കുന്ന പരേഡാണ്, മാർച്ചിങ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം കടന്നു വന്നത് 1953 അതായത് ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും നേരത്തെ തന്നെ രൂപീകരിച്ച ഇന്ത്യയുടെ കുതിര പട്ടാളമായിരുന്നു. അവർക്ക് പിന്നാലെ ഇപ്പോൾ കരസേനയുടെ തന്നെ യന്ത്രശക്തി കരുത്തുകളും അതുപോലെ തന്നെ മാർച്ചിങ് സംഘങ്ങളുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നാഗ് മിസൈൽ സിസ്റ്റം വരുന്നത് കാണാൻ സാധിക്കും. ഇതിനു മുൻപ് T-90 ഭീഷ്മ പീരങ്കി വന്നിരുന്നു, ബ്രഹ്മോസ് മിസൈൽ വന്നിരുന്നു, പിനാക്ക റോക്കറ്റ് ലോഞ്ചർ, അഗ്നിബാൻ റോക്കറ്റ് ലോഞ്ചർ തുടങ്ങിയ ഇന്ത്യയുടെ സൈനിക ശക്തി, അതിന്റെ യന്ത്രശക്തി, ഇന്ത്യയുടെ കരസേനയുടെ യന്ത്രശക്തി അത് വിളിച്ചോതുന്ന, അത് പ്രകടമാക്കുന്ന വാഹനങ്ങൾ, പീരങ്കി അടക്കമുള്ള പടക്കോപ്പുകൾ, അങ്ങനെയുള്ള യന്ത്രശക്തിയുടെ ശക്തി പ്രകടനമാണ് ഇപ്പോൾ എന്തായാലും ഈ കർത്തവ്യ പഥിലൂടെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറകിലായി തന്നെ 9 സംഘങ്ങളായി മാർച്ചിങ് സംഘങ്ങളും മാർച്ചിങ് കണ്ടിജ്മെന്റും ഇവർക്ക് പുറകിൽ ഓരോന്നായി വരും. ഇപ്പോഴും നോക്കൂ, ഒരറ്റത്ത് നിന്ന് തുടങ്ങിയതാണ്, എത്ര നേരമായി, എത്രത്തോളം യന്ത്രശക്തികൾ, അതും കരസേനയുടെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മുന്നിൽ തന്നെ T-90 ഭീഷ്മ ടാങ്ക്, പിന്നാലെ നാഗ് മിസൈൽ സിസ്റ്റം, ബ്രഹ്മോസ് മിസൈൽ ലോഞ്ചർ, പിനാക്ക റോക്കറ്റ് ലോഞ്ചർ, അഗ്നിബാൻ റോക്കറ്റ് ലോഞ്ചർ, ഇതെല്ലാം തന്നെ യുദ്ധമുഖത്ത് ഇന്ത്യയെ കാക്കാൻ, ഇന്ത്യക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടി നമ്മൾ പടച്ചുവിട്ട, നമ്മൾ ഉണ്ടാക്കിയെടുത്ത, അതും ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത പടക്കോപ്പുകളാണ് ഇന്ത്യയുടെ ശക്തി, അല്ലെങ്കിൽ ഇന്ത്യയെ കാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ അത്രത്തോളം അഭിമാനം തോന്നുന്ന, രോമാഞ്ചം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ATV ചേതക്കിനെ ദൃശ്യങ്ങളിൽ കാണാം. ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തുകൂടിയും ഓൾ ടെറൈൻ വെഹിക്കിൾ എന്നാണ് ATV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് നിരപ്പിലൂടെയും വളരെ എളുപ്പത്തിൽ തന്നെ ഓടിച്ചു ചെല്ലാൻ പറ്റുന്ന, ഏതൊരു അടിയന്തര സാഹചര്യത്തിലും എത്താൻ സാധിക്കുന്ന വാഹനങ്ങൾ. അങ്ങനെ ഇന്ത്യക്ക് സ്വന്തമായുള്ള ഇന്ത്യയുടെ യന്ത്രശക്തികൾ, യന്ത്രക്കരുത്തുകൾ ലോകത്തിന് മുന്നിൽ കാണിക്കുകയാണ്. അതിനെ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ 10,000-ലധികം കാണികൾ അവിടെ തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് എത്രത്തോളം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ തത്സമയ സംപ്രേഷണത്തിലൂടെ ഇത് കണ്ടുകൊണ്ടുമിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ നമ്മുടെ മാർച്ചിങ് കണ്ടിജന്റും 9 സംഘങ്ങളായി നടന്നു വരുന്നു. ബ്രിഗേഡ് ഓഫ് ഗാർഡ്സ്, ജാട്ട് റെജിമെന്റ്, ഗഡ്വാൾ റൈഫിൾസ്, മഹർ റെജിമെന്റ്, ജമ്മു കാശ്മീർ റൈഫിൾസ് റെജിമെന്റ് തുടങ്ങിയ സംഘങ്ങൾ 9 സംഘങ്ങളായി ഈ വാഹനങ്ങൾക്ക്, ഈ യന്ത്രശക്തികൾക്ക് പിന്നാലെയായി തന്നെ നടന്നു വരുന്നുണ്ട്. ഈ മാർച്ചിങ് കണ്ടിജ്മെന്റിൽ, ഈ പരേഡിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്ന, ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അത് കരസേനയാണ്, ഇന്ത്യയുടെ ആർമിയാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തികളെ സുരക്ഷിതമാക്കുന്ന നമ്മുടെ കരസേനയാണ്. ധീര ജവാന്മാർ, അനേകം ആളുകൾ ഇതിനു മുൻപുണ്ടായ യുദ്ധങ്ങളിലാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാൻ നിരന്തരം ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ ശക്തികൾ അവിടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം കരുത്ത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഈ കർത്തവ്യപഥത്തിൽ നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. ലോകത്തിനു മുന്നിൽ നമ്മൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം വലിയ പടക്കവെപ്പുകൾ, മിസൈലുകൾ, ഇതെല്ലാം റഡാർ സിസ്റ്റം അടക്കമുണ്ട്. പുറത്തുനിന്ന് ശത്രു മിസൈൽ വന്നു കഴിഞ്ഞാൽ അത് ആകാശത്ത് വച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് പ്രത്യാക്രമണം തീർത്താൻ പറ്റുന്ന ബ്രഹ്മോസ് അടക്കമുള്ള വലിയ പടകൂറ്റൻ മിസൈലുകൾ തന്നെയാണ്. കൃത്യമായിട്ടുള്ള റിഹേഴ്സലിന് ശേഷം ഇപ്പോൾ ഇവിടെ കർത്തവ്യപഥിലൂടെ ഇപ്പോൾ കാണികൾക്ക് മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് പിനാക്ക മൾട്ടി ലോഞ്ചർ റോക്കറ്റ് സിസ്റ്റം. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് വലിയ വലിയ മുതൽക്കൂട്ടുകളാകുമെന്ന് പറയുമ്പോൾ അത്രത്തോളം രോമാഞ്ചമുണ്ട്, അത്രത്തോളം അഭിമാനമുണ്ട്. ഇതെല്ലാം നേരിട്ട് നേട്ടങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ദൃശ്യമാകാൻ. അതിന് പിന്നാലെയായിരിക്കും സൈനികരുടെ, ഈ കരസേനയുടെ മാർച്ചിങ് സംഘങ്ങൾ വരിക. അതും അത്രത്തോളം വലുതായിരിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിന് പുറകിലായിരിക്കും ഓരോന്നായി നമ്മുടെ നാവികസേനയും വ്യോമസേനയും എല്ലാം തന്നെ എത്തുക. ഈ മാർച്ചിങ് സംഘത്തിന് പിന്നാലെ എത്തുന്നത് കര, നാവിക, വ്യോമസേനയുടെ, അതായത് ട്രൈ സർവീസ് എന്ന് പറയും, അവരുടെ നിശ്ചല ദൃശ്യമായിരിക്കും ഈ ആർമിക്ക്, ഈ കരസേനയുടെ.